ഫ്രഷ് ആയിട്ട് ഗരം മസാലയൊക്കെ പൊടിച്ചിട്ട് നമുക്കൊരു മട്ടൻ കറി തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ സ്പൂൺ നിറച്ച് തന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 3 പീസ് പട്ട, വലിയ പീസാണ് അത്യാവശ്യം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂവും 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്ക, ഇത്രയും കൂടെ ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്നും പൊടിച്ചൊന്ന് വെക്കുന്നുണ്ട്. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ഗരം മസാല കേട്ടോ. ബിരിയാണി മസാലയായിട്ട് നമുക്ക് സെയിം സാധനം ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിനി മട്ടൻ കറിയും തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 സവാള ഒന്നിന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള 1 കിലോ മട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 കഷ്ണം രമ്പലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മട്ടൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി ഇത്രയും കൂടെ ചതച്ച കൂട്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു ഗരം മസാല വേറൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. നല്ല മണമുള്ള ഗരം മസാല പൊടിയാണ് കേട്ടോ. അവസാനം പിന്നെ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞതും 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണവും രുചിയൊക്കെയുള്ളൊരു മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും.